പണ്ട് മനുഷ്യരോട് പറയാറുണ്ട്, നീ മൃഗത്തെപ്പോലെ പെരുമാറില്ലേടാന്ന്. ഇന്ന് പല മനുഷ്യരുടെയും പെരുമാറ്റം കാണുമ്പോൾ നീ മൃഗത്തെപ്പോലെ ഒന്ന് പെരുമാറൂ എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം മനുഷ്യനേക്കാൾ കടപ്പാടും സ്നേഹവും നന്ദിയും ഇഷ്ടവും അതിനെ പരിചരിക്കുന്നവരെ സന്തോഷിപ്പിക്കലും അതിലൊരുപാട് ഓമന മൃഗങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ സന്തത സഹചാരികളാണ്. ആ ഓമന മൃഗങ്ങളോടൊപ്പമാണ് ഒരുപാട് പേർ ആശ്വാസം കണ്ടെത്തുന്നത്, സന്തോഷിക്കുന്നത്, അതിൻ്റെ സ്നേഹവാത്സല്യങ്ങളിൽ, അതിൻ്റെ ആ സന്തോഷത്തിൽ. അത്തരം പട്ടികൾ, മറ്റു വളർത്തു മൃഗങ്ങൾ, ഓമന മൃഗങ്ങൾ ഇങ്ങനെയൊക്കെ വളർത്തുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒറ്റപ്പെടലുകളിലെ വലിയ സുഹൃത്താണ് അവർക്ക്. കാരണം അതിന് ആർത്തിയില്ലല്ലോ, ആഡംബരഭ്രമമില്ല. അതിന് കീഴ്പ്പെടുത്താനും തോൽപ്പിക്കാനും മുൻപിൽ നിൽക്കുന്നത് തൻ്റെ എതിരാളിയാണെന്ന ബോധമില്ല. അത് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകുന്നെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ ബോധം നഷ്ടപ്പെട്ട് പേ പിടിച്ച നായ എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിനെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഭയന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. മനുഷ്യനെപ്പോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർത്ത് നിർത്തി മടിയിൽ കിടത്തി അത് ഞെക്കിക്കൊല്ലാറില്ല. ഞാനിപ്പോൾ ഈ കഥ ഇതിനൊന്നുമല്ല പറഞ്ഞത്. ഒരു ദിവസം 2 ദിവസമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇടവണ്ണയിലെ പത്തപ്പിരിയത്തെ ഒരു സംഭവം ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് സോഫ്റ്റ് സ്റ്റോറീസിൻ്റെ ഇടമായതുകൊണ്ട് എല്ലാം വിശ്വസിക്കാനാവില്ല. ഞാൻ ഇടവണ്ണയിലെ എൻ്റെ സുഹൃത്ത് അഷ്റഫിനെ വിളിച്ചു. അഷ്റഫിനോട് ഞാനിത് അയച്ചു കൊടുത്തപ്പോൾ അഷ്റഫ് ഇത് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അഷ്റഫ് ഈ വാർത്തയുടെ ഉറവിടം തേടി കഴിഞ്ഞ രാത്രിയിൽ തന്നെ ആ ഖബറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഈ കഥയിൽ എടുത്തു പറഞ്ഞ ആ ജീവി അവിടെ തന്നെയുണ്ട്. പത്തപ്പിരിയത്തെ ആമിനാത്ത എന്ന് പറയുന്ന ഒരു സാധാരണ സ്ത്രീ, അവർ മരണപ്പെട്ടു. ആ മരണപ്പെട്ടത് തന്നെ മകളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വേളയിൽ വീട്ടിലേക്ക് കയറുന്ന വഴി കുഴഞ്ഞു വീണാണ് മരണപ്പെടുന്നത്. ആരും അന്നേരം അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഒരു പട്ടി വല്ലാണ്ട് അപശബ്ദം പുറപ്പെടുവിക്കുകയും ബഹളം വെക്കുകയും പരതുകയും പരിഭ്രമം കാണിക്കുകയും ചെയ്യുന്നത് കണ്ടാണ് അയൽക്കാരെത്തിയത്. എത്തിയപ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുന്ന ആമിനാത്താത്തയെ കാണുന്നത്. എല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുകയെങ്കിലും ആമിനാത്താത്ത മരണപ്പെട്ടു. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്താ? മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുന്നത് എന്തുണ്ട് ബാക്കി, അല്ലെങ്കിൽ എന്താണത് പങ്കുവെക്കേണ്ടത്, അടുത്ത ചടങ്ങുകൾ എന്താണ്, അതിൻ്റെ സാമ്പത്തികം എന്താണ്, അതിൻ്റെ ഭക്ഷണം എന്താണ്, ഈ ചിന്തയിലേക്കാണ് ഒരുപാട് പേർക്ക് പോവുക. പക്ഷേ ഈ പട്ടിയുടെ സ്നേഹം അവിടെയും തീർന്നില്ല. ഈ ആമിനാത്താത്തയെ കബറടക്കിയ പള്ളിയുടെ കബറിൻ്റെ അവിടം വരെ പട്ടി അനുഗമിച്ചു. എല്ലാവരും പിടിമണ്ണ് വാരിയിട്ട് സ്ലാബിട്ട് പിരിഞ്ഞു. എന്നിട്ടും ആ പട്ടി പോയില്ല, അവിടെ തന്നെ ഇരുന്നു. വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നലെയും അഷ്റഫ് ചെന്ന് നോക്കുമ്പോൾ ആ സന്ധ്യയ്ക്കുണ്ട് ആ പട്ടി കബറിൻ്റെ അടുത്ത് തന്നെ. വലിയ അനുസരണയോടെ ചിട്ടയോടെ വളർത്തിയ ഓമനപ്പട്ടിയൊന്നുമല്ലത്. നമ്മൾ സാധാരണ പറയില്ലേ, അലഞ്ഞു തിരിയുന്ന തെരുവ് നായ എന്നൊക്കെ പറയുന്നത് പോലെ. എന്താണ് ഇതിന് ഇത്രമേൽ സ്നേഹം എന്ന് അന്വേഷിച്ചപ്പോഴാണ് വിശപ്പിന് ഭക്ഷണം ഈ പട്ടിക്ക് എപ്പോഴും നൽകുമായിരുന്നത്രേ ആമിനാത്ത. ഉള്ളതെല്ലാം ഉണ്ടെങ്കിൽ ആ വിശന്ന് വരുന്നതിന് നൽകുമായിരുന്നു. ആ കടപ്പാടിൻ്റെ, സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ
ഏറ്റവും മധുര മനോഹര ഭാവമാണ് അത് ആ മൺമറഞ്ഞ ഉമ്മയോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ എത്ര മഹോന്നതനാണ്. സസ്യലതാദികൾക്കും പക്ഷിമൃഗാദികൾക്കും നിങ്ങൾ നൽകുന്ന ഭക്ഷണം, അതിനോട് കാണിക്കുന്ന സ്നേഹം, അതിനോട് കാണിക്കുന്ന ഇഷ്ടം നാളെ അള്ളാഹുവിങ്കൽ വലിയ അനുഗ്രഹീതമായ പ്രതിഫലമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ വാക്കുകളാണ് ഞാൻ ഓർത്തുപോയത്. ഹറാമാണ്, നിഷിദ്ധമാണ്, നീചമാണ് എന്നൊക്കെ പറഞ്ഞ് മണിക്കൂറുകളോളം പ്രസംഗിച്ചതിൻ്റെ മദ്ഹുകൾ പറയുന്ന ആ പാട്ടുകൾക്കപ്പുറത്ത് പ്രവാചകൻ പറഞ്ഞ രത്നച്ചുരുക്കം, പിന്നെ എവിടെയോ വായിക്കുന്ന കഥയും, പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു സ്ത്രീയുടെ കഥ പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ മൃഗങ്ങളാവാം, അതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്നതിനോളം ഇത്തരം ജീവികളെയും നമുക്ക് സ്നേഹിക്കാം.